ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇംഗ്ലീഷ് പാർട്ട് 6 ആണ്. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഇതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇംഗ്ലീഷിൽ ചോദിക്കാറുള്ളത്. ഇന്നിപ്പം 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: There is hardly any space for the children dash. Option A, every though it is very large house. B, since it is very large house. C, though it is very large house. D, because it is a very large house. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദോ ഇറ്റ് ഈസ് എ വെരി ലാർജ് ഹൗസ്. അത് അതിൻ്റെ വിശദീകരണം നോക്കാം. അതായത് എ തെറ്റാനുള്ള കാരണം അതിൽ എ വെരി ലാർജ് ഹൗസ് എന്നില്ലാത്തതാണ്. വിപരീത ആശയത്തെ കാണിക്കാൻ ദോ, ഈവൻ ദോ എന്നിവ ഉപയോഗിക്കും. 2ഉം 4ഉം ഓപ്ഷനുകൾ കാരണത്തെ കാണിക്കുന്നവയാണ്. ഇവിടെ പറയുന്ന കാരണം ഒന്നും സംഭവം മറ്റൊന്നുമായതിനാലാണ് ശരി ഉത്തരമാകാത്തത്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. I won't jump off that rock dash. Option A, if I am you. B, if I had been you. C, if I were you. D, if I would have been you. The answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇഫ് ഐ വെയർ യു. അതായത് അതിൻ്റെ വിശദീകരണം നോക്കാം. മെയിൻ ക്ലോസിൽ വുഡ് അല്ലെങ്കിൽ വുഡിൻ പ്ലസ് V1 വന്നാൽ അതിൻ്റെ സബോർഡിനേറ്റ് ക്ലോസിൽ വരേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി വന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വിൽ യു വെയിറ്റ് ഡാഷ് ഐ റിട്ടേൺ. ഓപ്ഷൻ എ വെൻ. ബി ടില്ല്. സി അസ്. ഡി വയൽ. ഇത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ടില്ലാണ്. അതായത് വരെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ടില്ല്. ഇതേ അർത്ഥത്തിൽ അണ്ടിൽ നിന്നും ഉപയോഗിക്കാം. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ: ഡാഷ് യു ആർ കോൾഡ്. യു മേ സ്റ്റെപ്പ് ഇൻ ടു ദ റൂം. ഓപ്ഷൻ എ ആസ് സൂൺ as. ബി ആഫ്റ്റർ. സി ബിഫോർ. ഡി വെൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വെൻ ആണ്. 5. There is a vacancy for an expert dash video editing. Option A on. B with. C at. D in. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അറ്റ് ആണ്. 6. ആർ ദെയർ എക്സിബിറ്റ്സ് ഡാഷ് സെയിൽ. ഓപ്ഷൻ എ 2. ബി 4. സി ഓൺ. ഡി അറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 4 ആണ്. അതായത് ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി നേരിട്ട് വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ ഫോർ സെയിൽ എന്നും കടകളിലൂടെ വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ ഓൺ സെയിൽ എന്നും ഉപയോഗിക്കുന്നു. ഷീ ഹാസ് പുട്ട് ഹർ ഹൗസ് അപ്പ് ഫോർ സെയിൽ. ഇതൊരു ഉദാഹരണമാണ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ: ജെയിൻ സെഡ് സംതിങ്. അത് ചൂസ് ദ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ വൈ ഡിഡ് ജെയിൻ സേ. ബി വാട്ട് ഡസ് ജെയിൻ സേ. സി വാട്ട് ജെയിൻ സേ. ഡി വാട്ട് ഹാസ് ജെയിൻ സെഡ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വാട്ട് ഡിഡ് ജെയിൻ സേ. അതായത് എൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. സെഡ് പാസ്റ്റ് ടെൻസ് ആയതിനാലാണ് പാസ്റ്റ് ടെൻസിലുള്ള ചോദ്യം വരണം. ഓപ്ഷനുകളിൽ എ മാത്രമാണ് പാസ്റ്റ് ടെൻസിലുള്ളത്. ബാക്കിയെല്ലാം പ്രസൻറ്റ് ടെൻസ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്നതാണ് ചോദ്യവാക്യങ്ങളുടെ പദഘടന. അത് മറക്കണ്ട. 8ാമത്തെ ക്വസ്റ്റ്യൻ: ഡു യു ലൈക്ക് ഡാഷ്. ഓപ്ഷൻ എ ടു ഡ്രൈവ്. ബി ഡ്രൈവിംഗ്. സി ഡ്രൈവ്. ഡി എ ഡ്രൈവ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡ്രൈവിംഗ് എന്നതാണ്. ഇതിൻ്റെ വിശദീകരണം: സ്ഥിരമായ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ലൈക്കിന് ശേഷം ജെറൻ ഉപയോഗിക്കണം. 9. മൈ ഓൺ ഹാസ് ലിവ്ഡ് ഇൻ ഓസ്ട്രേലിയ ഡാഷ് 10 years. ഓപ്ഷൻ എ സിൻസ്. ബി 4. സി എവർ സിൻസ്. ഡി
അപ് ടു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 4 ആണ്. അതായത് പീരീഡ് ഓഫ് ടൈം വരുമ്പോൾ 4 ഉപയോഗിക്കണം, അത് ഓർത്തിരുന്നാൽ മതി. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് എ ഗുഡ് ഫിലിം ഓൺ ദ TV yesterday. ഓപ്ഷൻ എ there was, B there is, C there has been, D there had been. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ there was എന്നതാണ്. അത് വിശദീകരണം നോക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ എന്നത് ടൈം എക്സ്പ്രഷൻ ഉള്ളതിനാലാണ് പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് വരണം. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസിൽ ഹാഡ് ബീൻ ഉപയോഗിക്കേണ്ടതില്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ, ടു ബീറ്റ് ദ എയർ അപ്രോക്സിമേറ്റ്ലി മീൻസ്. ഓപ്ഷൻ എ ടു മേക്ക് എഫേർട്സ് ഇൻ വെയിൻ, ബി ടു ബി സക്സസ്ഫുൾ, സി ടു ട്രബിൾ അതേഴ്സ്, ഡി ടു മേക്ക് മിസ്റ്റേക്സ്. 11ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടു മേക്ക് എഫേർട്സ് ഇൻ വെയിൻ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹോഴ്സ് ഈസ് റിലേറ്റഡ് ടു ഹേ ഇൻ ദ സെയിം വേ ആസ് കൗ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ഓപ്ഷൻ എ മിൽക്ക്, ബി ഫോഡർ, സി ലീവ്സ്, ഡി സ്റ്റോ. ആൻസർ ഓപ്ഷൻ ബി ഫോഡർ. 13, വിൻസ് ഈസ് റിലേറ്റഡ് ടു പെയിൻ ഇൻ ദ സെയിം വേ ആസ് prostration is related to dash. Option A discomfort, B frustration, C submissiveness, D happiness. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സബ്മിസീവ്നെസ്. 14, ബേർഡ്, അത് കേജ്. അത് ടേക്ക് ദ റോങ് പേഴ്സ് ആണ്. ഓപ്ഷൻ നോക്കാം. എ തീഫ് പ്രിസണർ, ബി ആനിമൽസ് സൂ, സി ആൻറ്റിക് മ്യൂസിയം, ഡി ക്രൈം പണിഷ്മെൻറ്റ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്രൈം പണിഷ്മെൻറ്റ്. 15, ദ ഓൾഡ് ടെസ്റ്റാമെൻറ്റ് ടെൽസ് ഓഫ് ദി ഡാഷ് ദ ജൂസ് മെയ്ഡ് വിത്ത് ഗോഡ്. ഓപ്ഷൻ എ കൺവീനിയൻറ്റ്, ബി കൺവീനിയൻറ്റ്. അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ബിയുടെ സ്പെല്ലിംഗ് COVENNANT ആണ്. സി കൺവീനിയൻറ്റ് സ്പെല്ലിങ് COVENENT. ഡി കോവനൻ്റ് എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ് COVANANT. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കവേനൻ്റ് എന്നാണ്. അതിൻ്റെ സ്പെല്ലിംഗ് COVENANT ആണ്. 16, ദ ട്രെക്കേഴ്സ് സെറ്റ് അപ്പ് ദ ഹിൽസ് അറ്റ് എ ഡാഷ് പേസ്. യൂസ് ദ ആൻറ്റോണിയം ഓഫ് സ്ലഗ്ഗിഷ്. ഓപ്ഷൻ എ സ്ലോ, ബി ക്വിക്ക്, സി ഡള്ള്, ഡി ബ്രിസ്ക്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ക്വിക്കാണ്. 17, ദ പ്ലേ വാസ് സോ ഡാഷ് ദാറ്റ് ദ ഓഡിയൻസ് ലോഫ്ഡ് ഓൾ ദോ ഇറ്റ്. ഓപ്ഷൻ എ ലൂഡിക്രസ്, ബി ലൂഡിക്രോസ്, സി ലൂഡിക്രുവസ്, ഡി ലൂഡിക്രോസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലൂഡിക്രോസ് ആണ്. സ്പെല്ലിംഗ് LUDICROUS. 18, ചൂസ് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ എ അനിഹിലേറ്റ്, സ്പെല്ലിംഗ് ANNIHILATE, ബി അനോമലസ്, സ്പെല്ലിംഗ് ANOMALOUS, സി ഡെപ്രിക്കേറ്റ്, സ്പെല്ലിംഗ് DEPRECATE, ഡി എംഫെമിസം, സ്പെല്ലിംഗ് EUPHEIMISM.
ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എംഫെമിസം എന്നാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇതെന്ന് പറയുന്നത് UPHEMISM ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഷീ സെഡ് ടു him, I will be late. ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റിലോട്ട് മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ഓപ്ഷൻ എ നോക്കാം. ഷീ സെഡ് ടു him that I will be late. B. She told him that she will be late. C. She told him that she will be late. D. She told him that she could be late. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ ഈസ് ബി ലേറ്റ്. അതിൻ്റെ വിശദീകരണം വേണമെങ്കിൽ പറയാം. ഐ വിൽ എന്നത് അപ്പോസ്ട്രോഫി ഡബിൾ എൽ വരില്ലേ, അത് ഐ വിൽ എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ദാറ്റിന് മുന്നിൽ വരുന്ന വാക്യത്തിൽ ടോൾഡ് എന്ന പാസ്റ്റ് ടെൻസ് ഉള്ളതിനാലാണ് ദാറ്റിന് ശേഷം വരുന്ന വാക്യവും പാസ്റ്റ് ടെൻസിൽ ആയിരിക്കണം. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന വിൽ എന്ന ഓക്സിലറി വെർബ് പ്രസൻറ്റ് ഫോമിലായതിനാൽ പാസ്റ്റ് ഫോമായ വുഡാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരേണ്ടത്. ഷീറ്റ് എന്നത് ഷീ വുഡിൻ്റെ ചുരുക്കരൂപമാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ ക്യാൻ ഇല്ലാത്തതിനാൽ കുഡ് വരുന്ന 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 20. വിൽ യു റിട്ടേൺ ആസ്ക്ഡ് ജോൺ. ചൂസ് ദ റൈറ്റ് പങ്ക്ച്വേഷൻ. ഓപ്ഷൻ എ വിൽ യു റിട്ടേൺഡ് ആസ്ക്ഡ് ജോൺ. ബി വിൽ യു റിട്ടേൺ ആസ്ക്ഡ് ജോൺ. 3ാമത്തെ വിൽ യു റിട്ടേൺ ആസ്ക്ഡ് ജോൺ. അതായത് ഫസ്റ്റ് വിൽ യു റിട്ടേൺ എല്ലാത്തിനകത്തും, അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പങ്ക്ച്വേഷൻ വിൽ യു റിട്ടേൺ ആണ്. ആസ്ക്ഡ് ജോൺ തന്നെയാണ്. അതിൻ്റെ പങ്ക്ച്വേഷൻ ഫസ്റ്റിലത്തെ വില്ലിൻ്റെ അവിടെ അപ്പോസ്ട്രോഫി ഉണ്ട്, റിട്ടേണിൻ്റെ അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പാരഗ്രാഫ് തിരിക്കുന്ന ഒരു വേർഡ് തിരിക്കുന്ന പോലെ ഒരു കോമയുണ്ട് ഫസ്റ്റ് വിൽ യു റിട്ടേണിനകത്ത്. അത് സെക്കൻഡിനകത്തും തുടക്കത്തിൽ വില്ലിൻ്റെ അപ്പോസ്ട്രോഫി വരുന്നുണ്ട്. വിൽ യു റിട്ടേൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് 2ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കും അപ്പോസ്ട്രോഫിയും വരുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എയിൽ വിൽ യു റിട്ടേണിൻ്റെ അവിടെ ക്വസ്റ്റ്യൻ മാർക്കില്ല. അതേപോലെ തന്നെ 3ാമത്തെ പങ്ക്ച്വേഷൻ വരുന്നത് തുടക്കത്തിൽ എല്ലാത്തിനും പങ്ക്ച്വേഷൻ ആദ്യം തന്നെ വിൽ എന്നുള്ളിടത്ത് ആദ്യം പങ്ക്ച്വേഷനിലാണ് തുടങ്ങുന്നത്. അതിൽ എൻഡ് ചെയ്യുന്ന സമയത്ത് 3ാമത്തെ ഓപ്ഷൻ സിയിൽ കോമ കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നേക്കുന്നത്. 4ാമത്തെ ഓപ്ഷനിലും വിൽ യു റിട്ടേണിൻ്റെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഉണ്ട്, പിന്നെ കോമയുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പങ്ക്ച്വേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് വിൽ യു റിട്ടേൺ. അതായത് ഫസ്റ്റ് അപ്പോസ്ട്രോഫി വരുന്നുണ്ട് വില്ലിൻ്റെ ഇപ്പുറമായിട്ട് വിൽ യു റിട്ടേൺ, അത് ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് മുകളിൽ അപ്പോസ്ട്രോഫി, അതാണ് കറക്റ്റ് പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ടോം ഹു ഈസ് ഫ്രണ്ട് ഓഫ് മൈൻ ഈസ് കമ്മിങ് വിത്ത് മീ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇറ്റാലിസൈസ്ഡ് പാർട്ട് ഓഫ് റിക്വയർഡ്. ഓപ്ഷൻ എ മൈ ഫ്രണ്ട്. ബി എ ഫ്രണ്ട് ഓഫ് മൈൻ. സി എ നെയ്ബർ ഫ്രണ്ട് ഓഫ് മൈൻ. ഡി നോ ഇംപ്രൂവ്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മൈ ഫ്രണ്ടാണ്. 22. ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് റൈസ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ റൈസ്. ബി റൈസൻ. ഡി റോസ്. ഡി റൈസ്ഡ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റൈസനാണ്. 23. ദ ലിറ്റിൽ ബോയ് സ്പെൻഡ് മച്ച് ഓഫ് ഹിസ് മണി ഡാഷ് സ്വീറ്റ്സ്.
ഓപ്ഷൻ എ ഓൺ, ബി ഇൻ, സി ഫോർ, ഡി അറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഓൺ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. എവരിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ് റിസീവിങ് ദ റിപ്ലൈ ഇൻ ടൈം. ഓപ്ഷൻ എ ഹിസ്, ബി ഹിം, സി ഹി, ഡി ഹിംസെൽഫ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഹിസ് ആണ്. അതായത് ജെറൻറ്റ് ING വെർബിന് മുന്നിൽ വരുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആയി ഇരിക്കണം. അതായത് മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ എന്നിവയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ആം ഗോയിങ് ടു ബെഡ് ഏർലി ടുഡേ ഡാഷ്. ഓപ്ഷൻ എ ബട്ട് ഐ ക്യാൻ സ്ലീപ്പ് വെൽ, ബി as I have to be up early tomorrow, C and I had a tiresome day today, D as I had not slept. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി as I have to be up early tomorrow. 26. Choose the correct option. The police dash questioning the suspects. ഓപ്ഷൻ എ ഈസ്, ബി ആർ, സി ഹാസ്, ഡി ഹാവ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആറാണ്. അതായത് അതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് പോലീസ് ഒരു പ്ലൂറൽ നൗണാണ്, അതിനാൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ആറ്, ഹാവ് എന്നിവയാണ് പ്ലൂറൽ വെർബ്. ഹാവിന് ശേഷം ING വെർബ് ഉപയോഗിക്കാത്തതിനാലാണ് ഇത് ഒഴിവാക്കണം. 27ാമത്തെ. The antonym of acquit is A. അതിൻ്റെ ഓപ്ഷൻ എ കൺവിക്റ്റ്, ബി എവിക്റ്റ്, സി ഡെപിക്റ്റ്, ഡി ഡെബിറ്റ്. ഓപ്ഷൻ സി ഡെപിക്റ്റ് ആണ്, PICT, ഡി PICT ആണ്. ഡി ഓപ്ഷൻ ഡി വരുന്നത് ഡെബിറ്റ് ആണ്, DEBIT ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കൺവിക്റ്റ് ആണ്. 28. A wide road with trees on either side is called. ഓപ്ഷൻ എ സ്ട്രീറ്റ്, ബി alley, സി lane, ഡി avenue. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അവന്യൂ ആണ്. അതായത് സ്ട്രീറ്റ്, എ പബ്ലിക് റോഡ് ഇൻ എ സിറ്റി. സ്ട്രീറ്റ് എന്ന് പറയുന്നത് എ പബ്ലിക് റോഡ് ഇൻ എ സിറ്റി, ടൗൺ അല്ലെങ്കിൽ ഓർ വില്ലേജ്, ടിപ്പിക്കലി വിത്ത് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ് ഓൺ വൺ ഓർ ബോത്ത് സൈഡ്സ്. അതിനാണ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ അല്ലി എന്ന് പറഞ്ഞാൽ എ നാരോ പാസേജ് വേ ബിറ്റ്വീൻ ഓർ ബിഹൈൻഡ് എ ബിൽഡിംഗ്, അതാണ് അതിൻ്റെ അർത്ഥം. ലെയിൻ എന്ന് പറഞ്ഞാൽ എ നാരോ റോഡ് അല്ലെ എസ്പെഷ്യലി ഇൻ എ റൂറൽ ഏരിയ, അതാണ് അതിൻ്റെ അർത്ഥം. 29 എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ഫോളോയിങ്. ഓപ്ഷൻ എ ഫോളോയിങ്സ് എ ഡാർക്ക് ഹോഴ്സ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ an evil character, B a dark colored horse, C a person whose abilities are hidden or unknown, D a horse likely to win a race. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എ പേഴ്സൺ whose abilities are hidden or unknown എന്നാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ. കൺവേർട്ട് ദ സെൻറ്റൻസ് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യണം സെൻറ്റൻസിനെ. അപ്പോൾ സെൻറ്റൻസ് നോക്കാം. യു മേ ലീവ് ദ റൂം സെഡ് ദ പ്രിൻസിപ്പൽ. ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട വേർഡ്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. എ ദ പ്രിൻസിപ്പൽ സെഡ് ഐ മൈറ്റ് ലീവ് ദ റൂം, ബി ദ പ്രിൻസിപ്പൽ സെഡ് ഐ മേ ലീവ് ദ റൂം, സി ദ പ്രിൻസിപ്പൽ സേസ് ഐ മൈറ്റ് ലീവ് ദ റൂം, ഡി ദ പ്രിൻസിപ്പൽ സെഡ് ഐ കുഡ് ലീവ് ദ റൂം. ദ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ്റെ ദ പ്രിൻസിപ്പൽ സെഡ് ഐ മൈറ്റ് ലീവ് ദ റൂം. അതായത് എൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന സെഡ് അല്ലെ പാസ്റ്റ് ടെൻസിലായതിനാൽ കൊട്ടേഷൻ മാർക്സ് ഉള്ള വാക്യത്തിൻ്റെ ടെൻസിൽ മാറ്റം വരുത്തണം. പ്രസ്തുത വാക്യത്തിൽ മേ എന്ന ഓക്സിലറി വെർബാണ് ഉള്ളത്. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടെൻസിലാണ് മാറ്റം വരിക. കൂടിയുള്ള വെർബ് മാറ്റാൻ പാടില്ല. അതിനാൽ മേ എന്ന ഓക്സിലറിയെ മൈറ്റ് എന്ന പാസ്റ്റിലേക്ക് മാറ്റണം. മൈറ്റ് വന്ന 2 ഓപ്ഷനുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ സെഡും മൂന്നാമത്തെ ഓപ്ഷനിൽ സേസും ആണുള്ളത്. ഡയറക്റ്റ് സ്പീച്ചിൽ
സെഡിന് മാറ്റം വരരുത്. അതിനാൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സാധാരണ ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ദാറ്റ് എന്ന കൺജക്ഷൻ ഉപയോഗിക്കാറുണ്ടല്ലോ. ദ പ്രിൻസിപ്പൽ സെഡ് ദാറ്റ് ഐ മൈറ്റ് ലീവ് ദ റൂം. ഇവിടെ അത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ വാക്യം തെറ്റുന്നില്ല. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ദാറ്റ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.